ഹാപ്പി സാബത്ത്. റെവലേഷൻ സ്റ്റഡി സീരീസിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്തു വരുന്നു. നമ്മൾ ശബത്തിന്റെ അനുഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് തിരുവചനം പഠിക്കാൻ പോയാണ്. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനമാണ്. നമ്മൾ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 2-ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട പഠനമാണ്. ഇന്ന് നമ്മൾ ആ സത്യത്തെ 6 മുതൽ നമുക്ക് എപ്രകാരം പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കാം എന്നുള്ള പൂർണ്ണ ചിത്രം ഇന്ന് കിട്ടും. ഇന്ന് 6 മുതൽ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായമായിരിക്കും. പക്ഷേ 7-ാം അധ്യായം 6 മുതൽ തുടർച്ച തന്നെയാണ്. അത് ഇന്റർവ്യൂഡാണ്. അപ്പോൾ 1,44,000 പേര് കുറിച്ച് പഠിക്കും. അപ്പോൾ ഇനിയുള്ള എല്ലാ വിഷയങ്ങളും വളരെ വളരെ താല്പര്യജനകമാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യാൻ പാടില്ല. സമയം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും രാത്രി 7 മണിക്ക്. ചിലപ്പോൾ യൂട്യൂബ് ചാനലിൽ ആ ടൈം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൽ 7:15 തുടങ്ങുന്നത്. പക്ഷേ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് 7 മണിക്കായിരിക്കും ഉള്ളത്. ചിലപ്പോൾ ചില ടൈം നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, യൂട്യൂബിന് പ്രശ്നമാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, പഠനത്തിലേക്ക് കടക്കാം. ഈ ശബ്ദത്തിൽ നമുക്ക് ദൈവമായിട്ട് അടുത്തിരുന്ന് അവൻ്റെ വചനത്തെ ധ്യാനിക്കാം. ദൈവമായിട്ട് നമ്മുടെ ബന്ധത്തെ ശക്തീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർക്കാർ സ്ഥലത്തിൽ വസിക്കുന്ന അടികൾ മാത്രം പിതാവേ, ഈ പഠനത്തിൽ അടികളോട് കൂടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. 6-ാമത്തെ മുദ്രയുടെ അന്തരീനമായി കിടക്കുന്ന സത്യങ്ങളെ അടികൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ പഠനത്തിൽ അടികളെ നയിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പിതാവെ, അടിയങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഓരോ പടിപടിയായിട്ട് പിതാവെ അടികൾ മുന്നോട്ട് പോകാൻ അടിയങ്ങളെ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർവശക്തനായ യേശു നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ ക്ഷമിക്കണം, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ആദ്യ കാലഘട്ടത്തിൽ 1-ാമത്തെ ദൂതും 2-ാമത്തെ ദൂതും കേട്ടവർക്ക്, പക്ഷെ അത് സ്വീകരിക്കാത്തവർ അത് കേട്ട് ആദ്യം സ്വീകരിച്ച് പിന്നെ തിരസ്കരിക്കുന്നവർക്ക് വാതിലടങ്ങും. അതേപോലെ ഇന്ന് നമ്മൾ വർഷങ്ങളോളം സെവന്ത് ഡേ ചർച്ച ചെയ്യുന്നു, ത്രിവിധ കേൾക്കുന്നു. പക്ഷെ ഇതുവരെ ആ ഇന്നത്തെ വായിച്ച കോട്ടിൽ വായിച്ച പോലെ ഹാവിങ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ്, വലിയ ഒരു ദൈവിക ഭാവം, ഒരു ദൈവവിശ്വാസം, ഒരു ക്രിസ്ത്യാനി, ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ്, പക്ഷേ ഡസന്റ് ഹാവ് എ ലിവിങ് കണക്ഷൻ വിത്ത് ഗോഡ്. ദൈവമായിട്ട് ജീവിക്കുന്ന ബന്ധമില്ല. നിങ്ങളുടെ ജീവിതം ഇതുവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വാസ പിന്മാറ്റത്തിലാണ്. അങ്ങനെ നമ്മുടെ വാതിൽ മടങ്ങും. പക്ഷെ അന്ന് 1944 ശേഷം വാതിൽ ചിലർക്ക് തുറന്നിരുന്നു. അതേപോലെ നമ്മുടെ കാലഘട്ടത്തിൽ വാതിൽ ചിലർക്ക് തുറന്നിരിക്കും, പക്ഷെ നമുക്കറിയാം അത് ഏതാണ് സംഭവം. ആദ്യം ഞാൻ ഒരു കോട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കോട്ടാണ് ഇന്നലെ വായിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സമയക്കുറവ് മൂലം കഴിഞ്ഞ എപ്പിസോഡിൽ വായിക്കാൻ ഉദ്ദേശിച്ചത് സമയക്കുറവ് മൂലം അത് വായിക്കാൻ സാധിച്ചില്ല. നമുക്ക് അതിലേക്ക് കിടക്കാം. ഏർലി റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് സഹോദരി ഇതിനെക്കുറിച്ച് ദർശനം കണ്ടു. വളരെ മനോഹരം ദർശനമാണ്. അതിലേക്ക് ഇൻ ഫെബ്രുവരി 1845 1845 ഫെബ്രുവരി മാസം I had a vision of events commencing with the midnight cry. എനിക്ക് ചില ദർശനങ്ങൾ കിട്ടി. അതിന്റെ ആരംഭം എന്ന് പറയുന്നത് മിഡ്നൈറ്റ്, അർദ്ധരാത്രിയിലെ നിലവിളി. I saw a throne and on it sat the Father and the Son. ഞാനൊരു സിംഹാസനം കണ്ടു, അതിൽ പിതാവും പുത്രനും ആസനസ്ഥനായിരിക്കുന്നു. I gazed on Jesus' countenance and admired his lovely person. ഓക്കെ, ക്രിസ്തുവിനെ അവിടെ കാണുകയാണ്. ഞാൻ സമയം കളയുന്നില്ല. The Father's person I could not behold, for a cloud of glorious light covered him. എനിക്ക് പിതാവിനെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല. എലിജബത്ത് പറയാണ്, കാരണം ഒരു മേഘത്താൽ, ഒരു പ്രഭയുള്ള മേഘത്താൽ അവനെ മൂടിയിരുന്നു. I asked Jesus if the Father had a form like himself. അപ്പോൾ ക്രിസ്തുവിനെ ചോദിച്ചു, പിതാവ് ക്രിസ്തുവിനെ പോലെ ഒരു രൂപമുണ്ടോ? He said he had. ക്രിസ്തു പറഞ്ഞു, പുത്രൻ എങ്ങനെയാണോ പുത്രന് ഒരു രൂപമുള്ള ഒരു പിതാവിന് ഒരു രൂപം ഉണ്ട്. ബട്ട് ഐ കുഡ് നോട്ട് ബിഹോൾഡ് ഇറ്റ്. പക്ഷെ അതെനിക്ക് കാണാൻ കഴിയില്ല. എന്താ ഞാൻ അവിടെ പറഞ്ഞത്, എനിക്കെന്ന് പറഞ്ഞ സഹോദരി എലിജബത്തിന് കാണാൻ സാധിക്കില്ല. കർത്താവ് എലിജബത്തിനോട് സംസാരിച്ചത്. For said he, if you should once behold the glory of the person you could cease to exist. പിതാവിന്റെ മഹത്വം എലിജബത്ത് കാണുകയാണെങ്കിൽ എലിജബത്ത് പിന്നെ ഇല്ലാതെയാകും. But before the throne I saw the Advent people. സിംഹാസനത്തിന് തൊട്ട് മുമ്പിൽ ഞാൻ അഡ്വന്റ് ജനത്തെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മില്ലറൈറ്റ്സിനെ അവിടെ കണ്ടു. അഡ്വന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു രണ്ടാമത് കാത്തിരിക്കുന്ന ജനം. ദി ചർച്ച് ആൻഡ് ദി വേൾഡ്, അവിടെ ലോകത്തെയും കണ്ടു, സഭയും കണ്ടു. I saw a company bowed down before the throne, deeply interested, while most of them stood up,
ഡിസ്റ്റിംഗ്വിഷ്ഡ് ആൻഡ് കെയർലെസ്. ഒരു കൂട്ടം ജനം ഈ സിംഹാസനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അവരെ നമസ്കരിക്കുന്നു. പക്ഷെ വേറെ ചില കൂട്ടം ജനം അവിടെ നോക്കി ഇവിടെ നോക്കി ഒരു ശ്രദ്ധയും കൊടുക്കുക. ഇന്ന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സഭകളിൽ കാണാം പ്രകാരം ജനം പാസ്റ്ററോ അല്ലെങ്കിൽ അവിടുന്ന് വചനം പഠിപ്പിക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ചിലർ മാത്രമേ ശ്രദ്ധിക്കും, തിരുവചനം വായിക്കും. ചിലർ ഓരോ വശത്തൊക്കെ ഇങ്ങനെ നോക്കും, അങ്ങനെ നോക്കും, ഈ ചട്ടിക്കൊണ്ടിരിക്കും, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും, സംസാരിക്കും. അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ കണ്ടത്. Those who were brought before the throne would offer up their prayers and look to Jesus. അവന്റെ മുമ്പിൽ വണങ്ങിയവർക്ക് അവർ ക്രിസ്തുവിനെതിരെ എന്ത് പ്രാർത്ഥന എങ്ങനെ സംഭവിച്ചിരുന്നു അവർക്ക് ക്രിസ്തുവിൽ വിശ്വാസം അവർ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. And then he could look to his father and appear to be pleading with him. ഈ ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നോക്കുന്നു, ക്രിസ്തു പിതാവിലേക്ക് നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നോക്കി ക്രിസ്തുവിലേക്ക് പ്രാർത്ഥന സമർപ്പിക്കുന്നു, ക്രിസ്തു പിതാവിലേക്ക് നോക്കി അവരുടെ പ്രാർത്ഥനയെല്ലാം ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ പിതാവിനെ സമർപ്പിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥന കഴിക്കുക എന്ന് പറയുന്നത്. A light could come from the Father to the Son and from Son to the praying community. ആദ്യം ഒരു വെളിച്ചം പിതാവിൽ നിന്ന് പുത്രനിലേക്ക്, പിന്നെ പുത്രനിൽ നിന്ന് ജനത്തിലേക്ക്. ഏത് അഡ്വന്റ് ജനമാണ്? എല്ലാ അഡ്വന്റിസ്റ്റുമല്ല, അല്ലെങ്കിൽ ആ കാലത്ത് എല്ലാ മില്ലേറ്റുമല്ല, ആ സിംഹാസനത്തെ നോക്കി നമസ്കരിക്കുന്ന ആ കൂട്ടർക്ക് മാത്രം. But few could receive this great light. ക്ഷമിക്കണം, ആ വെളിച്ചം എല്ലാവരിലും ഇങ്ങനെ പ്രകാശിക്കാണ്. പക്ഷെ കുറച്ചു പേർ മാത്രമാണ് ഈ വെളിച്ചത്തെ സ്വീകരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു അഡ്വന്റ് പീപ്പിൾ എന്ന് മാത്രം. ക്ഷമിക്കണം, ഇത് മുഴുവൻ കൂട്ടത്തിലേക്കും ഈ വെളിച്ചം വന്നു. പക്ഷേ കുറച്ചു പേർക്ക് മാത്രമേ സ്വീകരിക്കാൻ സാധിച്ചുള്ളൂ. Many came out from under it and immediately resisted it. Others were careless and did not cherish the light, and it moved off from them. Some cherished it and went and bowed down with the little praying company. This company all received the light and rejoiced in it, as their countenance shone with His glory. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സഭയുണ്ട്, ജനമുണ്ട്, എല്ലാവരുടെയും വീണു. പക്ഷെ ചിലർ എന്ത് ചെയ്തു? ആ പ്രകാശം വീണ ഉടൻ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അതിനോട് മല്ലുപിടുത്തം ചെയ്യാൻ നോക്കി. അത് പിന്നെ സ്വീകരിച്ചു. ചിലർ അത് കിട്ടിയ ഉടൻ തന്നെ എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടം ജനം ആദ്യം അത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയത് ആദ്യം സത്യത്തെ സ്വീകരിച്ചു, പിന്നെ കളഞ്ഞു. അത് വന്നപ്പോൾ മുതൽ തുടക്കം മുതൽ തന്നെ അതിനോട് ശ്രദ്ധ കൊടുക്കാതെ വേറെ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ അശ്രദ്ധയായിട്ട് നിൽക്കുന്നത്, ആ സത്യം കേട്ടാലോടെ തിരസ്കരിക്കുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ് പോർട്ടിൽ കാണുന്ന ആ രണ്ട് ഗ്രൂപ്പ് ചില ഇവിടെ കാണും. പക്ഷേ ഒരു കൂട്ടരിൽ മാത്രം ഇതെല്ലാം കണ്ടു, ക്രിസ്തുവിലേക്ക് നോക്കി അവർക്ക് വെളിച്ചം കിട്ടി. അതേപോലെ ലോകത്തിൽ നിന്നും കുറച്ച് പേരും കൂടി ഈ കൂട്ടത്തിലൂടെ കൂടെ ചേർന്നു. അവർ ഇതിൽ സന്തോഷിച്ചു. അവരുടെ മുഖം ദൈവത്തിന്റെ ശോഭയാൽ തിളങ്ങി. And I saw the Father rising from the throne. അപ്പോൾ പിതാവ് തന്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റു. And in a flaming chariot got into the holy of holies within the veils and the seat. ഒരു അഗ്നിരഥത്തിൽ പിതാവ് എന്ത് ചെയ്തു? തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള അതിവിശുദ്ധ സ്ഥലത്ത് പോയി അവിടെ ഇരുന്നു. Then I saw the thrones that I had never seen before. ഞാൻ പിന്നെ പല സിംഹാസനങ്ങളും ഇതുവരെ കാണാത്തത്. Then Jesus rose up from the throne. അതിനുശേഷം ക്രിസ്തു എന്ത് ചെയ്തു? സിംഹാസനത്തിൽ എഴുന്നേറ്റു. And most of those who were bowed down with him. And I did not see one ray of light passing from Jesus to the careless multitude after he rose, and they were left in perfect darkness. അപ്പോൾ ഇത് നമ്മൾ എന്താണ് വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ പിതാവ് എഴുന്നേറ്റു, അതിവിശുദ്ധ സ്ഥലത്ത് പോയി. അതിനുശേഷം പുത്രൻ എഴുന്നേറ്റു. കൂടെ ഈ അവനെ മാത്രം ഇങ്ങനെ നമസ്കരിച്ച ആ വെളിച്ചത്തിൽ സന്തോഷിക്കുന്നവരും പുത്രന്റെ പിന്നാലെ പോയി അതിവിശുദ്ധ സ്ഥലത്ത് കയറി. പക്ഷേ അതിൻ്റെ ഒരു കിരണം പോലും അശ്രദ്ധയായിട്ട് നിന്നത് അതിനെ തിരസ്കരിച്ചവരുടെ മേൽ പ്രകാശിച്ചില്ല. അവൻ പരിപൂർണ അന്ധകാരത്തിലായിരുന്നു. അതായത് അവരുടെ ഡോർ ക്ലോസ് ആയി. പക്ഷേ ബാക്കിയുള്ളവർ വിശ്വാസത്താൽ അതിവിശ്വസം കയറി. ഇന്ന് ഞാനും നിങ്ങളും വിശ്വാസത്താൽ അതിവിശ്വസ സ്ഥലത്താണ്.
1,40,000 സ്വഭാവം കുഞ്ഞാട് എവിടെ പോകുന്നു അവിടെ അവൻ അനുകരിക്കും. ഇന്ന് ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നത് ഇതൊന്നും നിങ്ങൾ വിട്ടുപോകല്ല. നിങ്ങൾ കുഞ്ഞാടിനെ അന്വേഷിക്കുക. അവൻ എവിടെയാകുന്നു അവിടെ ആയിരിക്കണം നിങ്ങൾ. വിശ്വാസത്താൽ അവൻ്റെ കൂടെ അതിവിശ്വസത്തായിരിക്കും. അതിവിശ്വസത്തിൽ ഉണ്ടാകുന്ന അനുഭവം ഡേ ഓഫ് അറ്റോൺമെന്റാണ്. പാപ പരിഹാര ദിവസം അറ്റ് വൺ മെന്റ് ദൈവവുമായിട്ട് ഒന്നിട്ടിരിക്കുക. ഇന്ന് നമ്മൾ 6ാമത്തെ മുദ്രയുടെ 2ാമത്തെ ഫേസിലേക്ക് നമ്മളിവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഈ ദർശനത്തിൽ നമ്മൾ നേരത്തെ കണ്ട ദർശനത്തിൽ വ്യക്തമാണ് ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. ആ സത്യം കേട്ടു. കാരണം ആ കോട്ടിൽ നമ്മളവിടെ വായിച്ചു ഫ്യൂ കുഡ് റിസൈറ്റ് ദിസ് ഗ്രേറ്റ്. ഞാൻ ആ സത്യത്തിലെ വീടിനെ ഒന്നുകൂടി പറയാണ്, ആർക്കെങ്കിലും ഇത് മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ. ബട്ട് ഫ്യൂ കുഡ് റിസൈറ്റ് ദിസ് ഗ്രേറ്റ് മെനി കേം ഔട്ട് ഫ്രം അണ്ടർ ഇറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി റെസിസ്റ്റഡ് ഇറ്റ്. അവർ വെളിച്ചത്തിലായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? ആ വെളിച്ചത്തിൽ നിന്ന് ഇങ്ങനെ വെളിയിൽ വന്നു, അതിനെ തിരസ്കരിച്ചു, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചു, റെസിസ്റ്റ് ചെയ്തു. ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. നേരത്തെ വായിച്ചതുപോലെ അവർ സത്യത്തിൽ ആദ്യം സന്തോഷിച്ചു, സ്വീകരിച്ചു, പിന്നെ അവർ തിരസ്കരിച്ചു. കാരണം ക്രിസ്തു രണ്ടാമത് വരാത്ത സമയത്ത് ആദ്യം നമ്മൾ തിരസ്കരിച്ചു. അവരെന്ത് ചെയ്തില്ല? അന്ധകാരത്തിലെ അവിടെ വാതിലടഞ്ഞു. ആ വെളിച്ചം ആദ്യം, പിന്നെ പറയുന്ന കോട്ടിൽ ആദ്യം വെളിച്ചം വീശിയപ്പോൾ തന്നെ അതിനോട് അശ്രദ്ധയായിട്ടിരിക്കുന്നു. അവരെന്ത് ചെയ്തു? അന്ധകാരത്തിലെ. പക്ഷേ ആ വെളിച്ചം സ്വീകരിച്ചവർ, ആ വെളിച്ചത്തിൽ സന്തോഷിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ പോയി ചോദിക്കുന്നതാണ്, ഇന്ന് എനിക്ക് ലഭിച്ച സത്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അത് ഞാൻ കേൾക്കുന്ന ദൂത് ഞാൻ കേൾക്കുന്നു, പക്ഷെ ഞാൻ അശ്രദ്ധനാണ്. അല്ലെങ്കിൽ ഞാൻ ദൂത് ഒരിക്കൽ കേട്ടു, അതിൽ സന്തോഷിച്ചു, അതിൽ പ്രകാരം ജീവിച്ചു, പക്ഷെ ഞാൻ പിന്നെ തിരസ്കരിച്ചു. അതാണോ ഞാൻ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ 6ാമത്തെ മുതൽ 2ാമത്തെ അപ്പോൾ ഷട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യം പറയാൻ വിട്ടു. എന്തായിരിക്കും നമ്മുടെ ഷട്ടർ? വ്യക്തമാക്കാം. ന്യായവിധി ആരംഭിക്കുന്നതിന് മുൻപ്, ന്യായവിധി ആരംഭിച്ചതോടെ, മരിച്ചവരുടെ ന്യായവിധി ആരംഭിച്ചതോടെ ചിലർക്ക് ഷട്ടറായിരുന്നു, അതിന് മുമ്പിൽ ചില അടയാളങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഞായറാഴ്ച നിയമമാണ്. 7th day അഡ്വെന്റിസ്റ്റ് ആയ നമുക്ക് എല്ലാവരുടെയും ഷട്ട് ഡോർ, അടഞ്ഞ വാതിൽ. യഹൂദന്മാർക്ക് 34 വരെ അവരുടെ കൃപയുടെ കാലമുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു ദേവാലയം വിട്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ഭവൻ നിങ്ങൾക്ക് ക്ഷീണമായിട്ട് ദൈവത്തിന് സഹോദരി ഡിസ്റ്റർബ് പേജസിൽ പറയുന്നത് ദൈവത്തിനാണ് ഭവൻ എടുത്തു മാറ്റിയതാണ്. 34 വരെ കൃപയുടെ കാലമുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അപ്പോഴേ വാതിലാണ്. ഇന്നലെ വായിച്ച കോട്ടിൽ വ്യക്തമാണ്, കൃപയുടെ കാലം അറിഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് വാതിലടഞ്ഞു. 5 ബുദ്ധിയുടെ കാര്യം പോയി വാതിൽ മുട്ടി, ബുദ്ധിനകത്ത് കാര്യമാണ് പ്രയോജനമുണ്ടായത്. പക്ഷേ ഈ ഞായറാഴ്ച നിയമം ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന വേറൊരു സംഭവത്തിന് അടയാളമാണ്. കാരണം ആദ്യ ഘട്ടം തുടങ്ങുമ്പോൾ 1933 ലിയനാർഡ് സ്റ്റാർഷർ ഉണ്ടായി. 10 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ കാഹള പെരുന്നാൾ ഉണ്ടാകുന്നത് പോലെ, യഥാർത്ഥ പാപപരിഹാര ദിവസത്തിന് 10 ദിവസം മുമ്പ് കാഹള പെരുന്നാൾ ഉണ്ടാകുന്നത് പോലെ പാപപരിഹാര ദിവസത്തിന്റെ ഡേ ഓഫ് അറ്റോൺമെന്റിന്റെ 1903 ആരംഭിച്ചതിന്റെ 10 വർഷം മുൻപ് ഈ ലിയനാർഡ് സ്റ്റാർഷർ ഉണ്ടായി. അതേപോലെ ഞായറാഴ്ച നിയമം ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും കാണുന്ന അടയാളമാണ്. സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു? മരിച്ചവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നതിലേക്ക് ന്യായവിധി നടക്കുക. ജീവിച്ചിരിക്കുന്ന ന്യായവിധി നടക്കുമ്പോൾ നമ്മുടെ കേസുകൾ നമ്മൾ ഒന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇല്ല. ന്യായവിധിയിൽ നമ്മുടെ പേര് എടുക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മുടെ പേര് എടുക്കുന്നതിന് മുൻപേ എൻ്റെ സകല പാപവും ഞാൻ ഏറ്റുപറഞ്ഞിരിക്കണം, സകല പാപവും ഞാൻ ഉപേക്ഷിച്ചിരിക്കണം, അനുദപിച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം പോലും ഏറ്റു പറയാതെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ആണെങ്കിൽ മാത്രമാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഇതെത്ര ഭയാനകമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ന്യായവിധി അത്രത്തോളം ഭയാനകമായി, അത്രത്തോളം പതുക്കെയാണ് എടുക്കുന്നത്. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവർ അത്രത്തോളം സമയമെടുത്താണ് ഓരോ വ്യക്തികളുടെ കേസ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് അശ്രദ്ധരാണ്. 2 ഗ്രൂപ്പുണ്ട്. ആദ്യം കേട്ട് തിരിച്ചു, ചില അശ്രദ്ധരാണ്. ഇത് ചിലപ്പോൾ നമ്മൾ അശ്രദ്ധരായിരിക്കും. എത്ര ദുഃഖകരമായിട്ടുള്ള സംഭവം.
ഞായറാഴ്ച നിയമം വരുമ്പോൾ ഭൂമിയിൽ സ്വർഗത്തിൽ മരിച്ചവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നവരിൽ ന്യായവിധി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പേര് വിളിക്കുന്ന സമയത്ത് നമ്മുടെ സകല പാപം വാങ്ങിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ പ്രതിഫലിക്കുന്നുണ്ടാകും. അതിൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. ഇപ്പോഴേ ശ്രമിക്കാം, ഇപ്പോഴേ മാറുക. നമുക്കിനി സമയമില്ല ദൈവമക്കളെ, നമുക്കിനി സമയമില്ല. ഞാൻ കേൾന്ന് പറയുകയാണ്, നമുക്കിനി സമയമില്ല. എന്നോട് പറയുന്നു, നമുക്കൊരു നിമിഷം പോലും നമുക്കിനി വേസ്റ്റ് ചെയ്തില്ല. ഞാൻ അനേക സമയം ശബ്ദങ്ങളിൽ ഞാൻ ചെലവിട്ടു. കാരണം ഇനി അങ്ങോട്ടുള്ള അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളിൽ നമ്മൾ ഈ അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കേണ്ടത്. അപ്പോൾ ഈ അടയാളങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. വെളിപ്പാട് ഈ അടയാളങ്ങൾ മൃഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനല്ല, ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അവൻ്റെ രക്ഷാകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇപ്പം നമ്മൾ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന സകല പാപത്തിന് നമ്മൾ വിജയം നേടിയില്ല എങ്കിൽ എന്നതൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ വാതിലടയും. ആ ദർശനത്തിൽ കണ്ടുപോലെ നമ്മൾ പരിപൂർണ ഇരുട്ടിലായിരിക്കും. ഇനി നമുക്ക് വെളിപ്പാട് 6 മുതൽ 2-ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. 14 മുതൽ പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഇത് സംഭവിച്ചോ? ഇല്ല. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിലകിട്ടു. എപ്പോഴാണ് ഈ മലയും ദ്വീപും എല്ലാം വിളകപ്പോകുന്നു? ഭൂമിവിൽക്കമാണ്. ഒരു ഭൂമിവിൽക്കം ഉണ്ടായി. പക്ഷേ ഇനി ഒരു ഭൂമിവിൽക്കമുണ്ട്. പക്ഷേ ഈ ഭൂമിവിൽക്കം എന്ന് പറയുന്നത് എല്ലാം മലയും ദ്വീപും മാറിപ്പോയി. ലിസ്ബൺ എർത്തക്വേക്കിൽ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ മലയും ദ്വീപും മാറിപ്പോയി? ഇല്ല. 15 ഭൂമിയിൽ രാജാക്കന്മാരും മഹത്തുക്കളും സംസ്ഥാനികന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം പറഞ്ഞു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. സഹോദരൻ എലിജബത്ത് ഇതെല്ലാം ഗ്രേറ്റ് കോൺട്രവേഴ്സിയിൽ കോട്ട് ചെയ്യുന്നത് 641-ാമത്തെ പുറത്തിലും 642-ാമത്തെ പുറത്തിലാണ്. അത് ശ്രദ്ധിക്കണം. കാരണം ഇത് വരുന്നത് 303-ലാണ്. 12-13 വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നത് 303-ലാണ്. ഗ്രേറ്റ് കോൺട്രവേഴ്സി ക്രമത്തിലാണ്. അപ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പുണ്ട്. നമ്മൾ ആ ഗ്യാപ്പിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ആ 6-ാമത്തെ മുതൽ വലിയൊരു കാലഘട്ടത്തെ കുറച്ച് വാക്യങ്ങൾ പറഞ്ഞു. നമ്മൾ 12-13 കഴിഞ്ഞു, 14-ലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഈ 2 വാക്യങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോട്ട് ചെയ്ത് നമുക്ക് വായിക്കാം. ഗ്രേറ്റ് കോൺട്രവേഴ്സിയിൽ 641, 642. The King of Kings descend upon the cloud, wrapped in the flaming fire. രാജാവ് മേഘത്തിൽ തീ അഗ്നിമയ രഥങ്ങളിൽ അല്ലെങ്കിൽ അഗ്നിയാൽ പൊരിയപ്പെട്ട് ആണ് വരുന്നത്. The heavens are rolled together as a scroll. നമ്മൾ വെളിപ്പാടിൽ വായിച്ചതുപോലെ അവൻ വരുമ്പോഴാണ് ആകാശം ചുരുളുപോലെ മാറുന്നത്. The earth trembles before him. ഭൂമി കിടന്ന് വിറയ്ക്കും അല്ലെങ്കിൽ കുലുങ്ങും. അപ്പോഴാണ് ഇനി വരാൻ പോകുന്ന വലിയ ഭൂമികൾക്ക് ഉണ്ടാകും. And every mountain and island is moved out of his place. എല്ലാ മലകളും എല്ലാ ദ്വീപുകളും സ്വസ്ഥാനത്ത് നിലങ്ങി പോകും. എന്നാൽ സങ്കീർത്തനം 9:3-4 അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഞാനതിപ്പോൾ വായിക്കുന്നില്ല. പിന്നെ വെളിപ്പാട് 6:15 മുതൽ 17 വരെ വീണ്ടും ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച അതേ വാക്യങ്ങൾ ഗ്രേറ്റ് കോൺട്രവേഴ്സിയിൽ വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഗ്രേറ്റ് കോൺട്രവേഴ്സി അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നില്ല, കാരണം കുറച്ച് മുമ്പ് മലയാളത്തിൽ വായിച്ചതാണ്. ക്രിസ്തുവിൻ്റെ 2ാം വരവ് സമയത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇത് ഓരോന്നും. അപ്പോൾ സഹോദരൻ എലിജബത്ത് അനുസരിച്ച് 6-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. കാരണം പാപ്പാത്വത്തിന് 2 ഘട്ടമുള്ള പോലെ 538 മുതൽ 1798 വരെയാണ് അവരുടെ ആദ്യ ഉദ്രവകാലം. ഇനി വരാൻ പോകുന്നത് കാലാന്ത്യത്തിലാണ്. അപ്പോൾ അതേപോലെ 2 ഉദ്രവകാലം കൊണ്ട് ഒന്ന് നടന്നത്, ഇനി ഒന്ന് നടക്കാൻ പോകുന്നത്. നടന്നത് അതിൻ്റെ കാലദൈർഘ്യം വെച്ച് ഏറ്റവും വലുത്, ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെ തീവ്രതയിൽ ഏറ്റവും വലുതായിരിക്കും. ആദ്യത്തെ ഉദ്രവകാലത്തെക്കുറിച്ച് സഹോദരൻ എലിജബത്ത് ഇപ്രകാരം പറയുന്നു. ഡിസൈൻ പേജസ് യുഗങ്ങളുടെ പ്രത്യാശ 631-ാമത്തെ പുറത്തിൽ. ഫോർ മോർ ദാൻ 1,000 years such persecution as the world has never been before known was to come upon the Christ followers. Millions upon millions of the faithful witness were
ടു ബി സ്ലേവ്. 1000 വർഷങ്ങൾ ഉപരി ആ ലോകത്തിൽ അന്ന് വരെ സംഭവിച്ചില്ലാത്ത വലിയൊരു കഷ്ടകാലം ക്രിസ്തുവിൻ്റെ അനുയായികളുടെ മേൽ വരാൻ പോയത്. മില്യൺസ്, ദശലക്ഷം കണക്കിന് വിശ്വസ്തരായ സാക്ഷികളാണ് അന്ന് മരണപ്പെട്ടത്. സ്വർഗത്തിലെ അടയാളങ്ങൾക്ക് 2 ഘട്ടമുണ്ട്. ആദ്യത്തെ ഘട്ടം നടക്കുന്നത് ഈ ആദ്യത്തെ കഷ്ടകാലത്തിൻ്റെ അവസാനത്തെ പ്രഖ്യാപിക്കുന്നതും അതേപോലെ ഉടൻ തുടങ്ങാൻ പോലെ ന്യായവിധിയെ പ്രഖ്യാപിക്കുന്നതുമാണ്. 5ാമത്തെ മുദ്രയുടെ ആദ്യത്തെ ഘട്ടം എന്താണ്? 2 ചോദ്യങ്ങളുണ്ട്. എത്ര നേരത്തോളം ന്യായവിധി, അതിൻ്റെ ഉത്തരമാണ്. അപ്പോൾ ഇനി ആകാശത്തിൽ നടക്കാൻ പോകുന്ന 2ാമത്തെ അടയാളങ്ങൾ 2ാമത്തെ മുദ്രവ കാലഘട്ടത്തിൻ്റെ അവസാനവും 5ാമത്തെ മുതൽ 2ാമത്തെ ചോദ്യം എത്രത്തോളം പകരം ചെയ്യാതിരിക്കും എന്നതിൻ്റെ ഉത്തരവുമാണ്. അപ്പോൾ മനസ്സിലാകുന്നുണ്ട്, 12, 13 പറയുന്ന ആകാശത്തിലെ അടയാളങ്ങൾ ഒന്നും വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. സൂര്യൻ കരിമ്പടം പോലെ കടന്നതും ചന്ദ്രൻ രക്താംബരം പോലെ ചുമക്കുന്നതും ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴുന്നതും ഇനി സംഭവിക്കത്തില്ല. ഇനി സംഭവിക്കാൻ പോകുന്നതാണ് 14 മുതൽ വാക്യങ്ങൾ പ്രസ്താവിക്കുന്നത്. നമുക്ക് ന്യായങ്ങളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ആദ്യത്തെ ഈ അടയാളങ്ങൾ എല്ലാം നടന്നത് 1855, 1780, 1833 ഈ അടയാളങ്ങളെല്ലാം കാണിച്ചത് പാപ്പാത്വത്തിൻ്റെ ആദ്യത്തെ ഉപദ്രവകാലം അവസാനിക്കാൻ പോകുന്നതാണ്. അതേപോലെ ന്യായവിധി അല്ലെങ്കിൽ മരിച്ചവരുടെ ന്യായവിധി ആരംഭിക്കാൻ പോകുന്നതാണ്. ഇത് നമ്മൾ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 12-ഉം 13-ലും യോവേൽ പ്രവചനം 2-ന്റെ 31-ലും കാണും. ഒരേ സംഭവത്തെ ഈ 2 വാക്യങ്ങളും പറയുന്നു. അപ്പോൾ ആ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കും. പിന്നെ 2ാമത്തെ ഘട്ടം അല്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ 14 മുതൽ 17 അടയാളങ്ങൾ ക്രിസ്തുവിന്റെ 2ാം വരവിന് തൊട്ട് മുതൽ സംഭവിക്കുന്നത് ദൈവജനത്തെ ഉള്ള വിടുതലിൻ്റെയും അടയാളമാണ്. അപ്പോൾ നമുക്ക് വായിക്കാമോ? യോവേൽ 2-ന്റെ 31, വെളിപ്പാട് പ്രവചനം 6-ന്റെ 12, 13 അതേ സംഭവമാണ്. ഇവിടെ എന്ത് പറയുന്നു? യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. വെളിപ്പാട് പ്രവചനം 6-ന്റെ 12, 13. പക്ഷേ യോവേൽ പ്രവചനം നമുക്കതിന് കാലഘട്ടം പറഞ്ഞിരിക്കുന്നു. എന്താണ് കാലഘട്ടം? വെളിപ്പാട് പ്രവചനം എന്താണ് പറയുന്നത്? സൂര്യൻ ഇരുളവും ചന്ദ്രൻ രക്തം ചുമക്കുന്നു. പക്ഷെ എപ്പോൾ നടക്കും അവിടെ വ്യക്തമല്ല. 5-ാം മുദ്രയ്ക്ക് ശേഷം. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിരുന്നു. യഹോവയുടെ വലിയതും ഭയങ്കരമായ ദിവസം, അല്ലെങ്കിൽ യഹോവയുടെ ദിവസം, ദ ഗ്രേറ്റ് ഡേ ഓഫ് ദി ലോർഡ്, അത് ആരംഭിക്കുന്നതിന് മുൻപാണ്. ഇതുവരെ യഹോവയുടെ വലുതുമായ ദിവസം വന്നിട്ടില്ല. അതിന് മുൻപാണ് അത് സംഭവിക്കുന്നത്. അതാണ് അന്ന് സംഭവിച്ചത്. കണക്ക് മനസ്സിലാക്കുക. ആദ്യത്തെ അടയാളം എപ്പോൾ നടക്കുന്നു? യോവേൽ പ്രവചന പ്രകാരം യഹോവയുടെ ഭയങ്കരവും മഹത്വമായ ദിവസത്തിന് മുൻപാണ്. അപ്പോൾ 2 അടയാളങ്ങൾ 6-ന്റെ 12-ഉം 13-ഉം ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം 6-ന്റെ 12-ഉം 13 യോവേൽ പ്രവചനം അനുസരിച്ച് യഹോവയുടെ ഭയങ്കരമായ ദിവസത്തിന് മുൻപാണ്. ഇനി പറഞ്ഞ 14 മുതൽ 17 ഗ്രേറ്റ് കോൺട്രവേഴ്സിൽ കോട്ട് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ 2ാം വരവായിട്ട് സമർപ്പിച്ചാണ്. ആ ക്രിസ്തുവിന്റെ 2ാം വരവ് സംഭവിക്കുന്നത് യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസത്തിലാണ്. അപ്പോൾ യോവേൽ പ്രവചന പ്രകാരം ഇനി 12-ഉം 13-ഉം ഇനി വീണ്ടും ഒരു ആവർത്തനം ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ 6-ന്റെ 12-ഉം 13-ഉം അനുസരിച്ച് ചന്ദ്രൻ രക്തം പോലെ ചുമക്കുന്ന നക്ഷത്രങ്ങൾ വീഴുന്നതാണ്. പക്ഷെ 6-ന്റെ 14 മുതൽ 17 അനുസരിച്ച് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരിക്കലും പ്രകാശം കൊടുക്കില്ലതാണ്. പക്ഷെ 6-ന്റെ 12 മുതൽ അത് രക്തതുല്യമാകുകയും ചെയ്തു. ആകാശ നക്ഷത്രങ്ങൾ വീണു. 1833 ആ നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് രാത്രി സമയം ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റും ഇല്ലാതെ വെളിയിൽ സുഖമായിട്ട് ചേർന്ന് പത്രം വായിക്കാൻ വേണം. അത്രത്തോളം പ്രകാശഭരിതമായിരുന്നു ആ രാത്രിക്കാലം. അത്രത്തോളം നക്ഷത്രങ്ങളായിരുന്നു വീണോട്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 14 മുതൽ 17 സംഭവം തികച്ചും വ്യത്യസ്തമാണ്. ഇനി 6-ന്റെ 14 മുതൽ 14 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി അതേ സംഭവത്തെ യോവേൽ പ്രവചനത്തിൽ വീണ്ടും പറയുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 10-ഉം 11. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മളുടെ ആഴം മനസ്സിലാക്കണം. അവരുടെ മുമ്പിൽ ഭൂമി കുലുക്കുന്നു. അവിടെ മലകളും ദ്വീപുകളും മാറിപ്പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അതിന് കുറച്ചൊരു വ്യക്തത നൽകുന്നു. ഒരു ഭൂമി കുലുക്കമുണ്ട്. ലിസ്ബൺ എർത്തുവേക്കിനെക്കാളും എത്രയോ മടങ്ങ് ശക്തമായിട്ട് ഭൂമി കുലുക്കം ഇനി സംഭവിക്കും. ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ടുമുണ്ട്. ക്രിസ്തു അതിവിശുദ്ധ സ്ഥലം വിട്ട് ഈ ഭൂമിയിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നുള്ള അടയാളമാണ് ഈ പറയുന്ന സംഭവങ്ങൾ എല്ലാം. വലിയൊരു ഭൂമി കുലുക്കം ഉണ്ടാകും. ആകാശം നടുങ്ങുന്നു.
ആകാശം വരെ കുലുങ്ങും, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു. സൂര്യനും ചന്ദ്രനും 12-14 ചന്ദ്രൻ 8 തുല്യമാകുന്നു. ഈ വാക്യത്തിൽ പ്രകാശം കൊടുക്കാതിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. 1833 ആകാശനക്ഷത്രങ്ങൾ വീണോണ്ടിരുന്നു, അത്രത്തോളം പ്രകാശഭരിതമായിരുന്നു. പക്ഷേ യോവൽ പ്രവചനം 2:10-11 അനുസരിച്ച് നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് കേൾക്കും? യഹോവയുടെ സ്വരം. അവൻ്റെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരമാകുന്നു. അത് എന്ന് സംഭവിക്കും? യഹോവയുടെ ദിവസത്തിൽ. നമ്മൾ നേരത്തെ വായിച്ചത് ചന്ദ്രൻ സൂര്യൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നത്, ചന്ദ്രൻ രക്തൂര്യമാകുമ്പോൾ യഹോവയുടെ ദിവസത്തിന് ഭയങ്കര ദിവസം മുൻപാകെ. യോവൽ 2:10-11 വരുന്ന അടയാളങ്ങൾ യഹോവയുടെ ദിവസത്തിൽ. അതേ അടയാളങ്ങളിൽ നമ്മൾ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 14 മുതൽ 17 കാണുന്നു. ഇനി യോവൽ പ്രവചനം 3-ാം അധ്യായം 15-16 അവിടെ പറയുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രം പ്രകാശം നൽകി. വീണ്ടും ആവർത്തിക്കുന്നു, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു. അപ്പോൾ എന്തുകൊണ്ട് കേൾക്കാം? അതിനോടൊപ്പം യഹോവയുടെ സ്വരം. യെരൂശലേമിൽ നിന്ന് തന്നെ നാദം കേൾപ്പിക്കും, ആകാശം ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽമാർക്ക് ദുർഗവുമായി. ഇവിടെ മാത്രമല്ല, ഇതേ സംഭവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. വേറെ 2 ഇടങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളോട് വായിക്കാം. അപ്പോൾ ആ വാക്യം നമ്മൾ എപ്പോഴൊക്കെ വായിക്കുന്നു നമുക്ക് ഈ സംഭവമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യം, 26-27. എബ്രായർ 12:26-27. അവൻ്റെ ശബ്ദം അന്ന് ഭൂമി ഇളക്കി. എപ്പോൾ? ഏത് സംഭവത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് പിന്നോട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ മോശയുടെ കാലഘട്ടത്തിൽ യഹോവ ദൈവം ഭൂമിയിലേക്ക് ദൈവം എന്ത് സീനായ് മലയിലേക്ക് വരികയും അന്ന് അവൻ്റെ ശബ്ദം ഭൂമി ഇളക്കിയെന്ന് പറയുന്നത്. അന്ന് അവൻ്റെ ശബ്ദം ഭൂമി ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ഇനി ദൈവം ഇളക്കാൻ പോകുന്നതാണ് ഇളക്കമില്ലാത്തതിലേക്ക് നിർമ്മലമായത് ഇളക്കുമെന്ന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കും. ഇനി ഒരിക്കൽ ദൈവം എന്ത് ചെയ്യും? ആകാശത്തെയും കുലുക്കും, ഭൂമിയും കുലുക്കും. എന്തുകൊണ്ട് ചിത്രന്റെ നക്ഷത്രം പ്രകാശം കൊടുക്കാതിരിക്കും? അവർ അവരുടെ സ്ഥലത്ത് നിന്ന് മാറിപ്പോകും. They will be taken out of their orbits. ദൈവത്തിൻ്റെ ശബ്ദം ആകുന്നു സൂര്യനെയും ചന്ദ്രനെയും കുലുക്കാൻ പോകുന്നത്. ആമേൻ. ഇത് വേറൊരിടത്തും കൂടി ആവർത്തിക്കും. നമ്മളിത് യഹോവ ഗർജിച്ചു. അപ്പോൾ യോവൽ പ്രവചനം അനുസരിച്ച് എന്ത് ചെയ്തു? അവിടെ യഹോവയുടെ ശബ്ദം ഉണ്ടാകും. ഇതെല്ലാം കൃത്യം എപ്പോഴാണ് നടക്കുന്നത് ഞാൻ ആയിട്ട് അവസാനം പറയാം. കാരണം തിരുവചനത്തിൽ നിന്നും നമ്മൾ ഇതിനൊരു അടിസ്ഥാനം ഇടുകയാണ് ചെയ്യുന്നത്. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വാക്യം, 7ാമത്തെ കാഹളത്തിൻ്റെ സമയത്താണ് 6ാമത്തെ മുദ്രയുടെ 2ാമത്തെ ഘട്ടം നടക്കുന്നത്. നമ്മളോട് വ്യക്തമാക്കുന്നു, 6ാമത്തെ മുദ്രയുടെ 2ാമത്തെ ഘട്ടം നടക്കുന്നത് 7ാമത്തെ കാഹളമല്ല, 7ാമത്തെ വാചക കാലഘട്ടത്തിലാണ്. കാരണം നമുക്ക് വായിച്ചു നോക്കാം. വെളിപ്പാട് പ്രവചനം 16-ാം അധ്യായം 17 മുതൽ വാക്യങ്ങൾ. 7ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയ സിംഹാസനത്തിൽ വന്നു. നമ്മളിതുവരെ എന്ത് പഠിച്ചു? യഹോവയുടെ ശബ്ദമുണ്ട്. എന്താണ് ആ ശബ്ദം? സംഭവിച്ചു തീർന്നു. എൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. വളരെ മനോഹരമായ പഠനമാണ്. പക്ഷേ ഇപ്പോൾ സമയമില്ല. നമ്മളിതൊക്കെ നമ്മൾ പിന്നെ അങ്ങോട്ട് പഠിക്കുന്നതായിരിക്കും. ദേവാലയ സിംഹാസനം വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായതുപോലെ അതേപോലെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ ലിസ്ബോൺ ഭൂമിയൊഴുക്കുമൊന്നും ഒന്നും അല്ല, വേറൊരു വലിയൊരു ഭൂമിയൊഴുക്കം ഉണ്ടാകും. അന്ന് യഹോവ സംസാരിക്കും. എപ്പോഴാണെന്ന് അറിയാമോ? ഞായറാഴ്ച നേരത്തെ ഏറ്റവും അവസാന ഘട്ടം. ഒരു രാത്രി കൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളെയും, എല്ലാ യഥാർത്ഥ സ്ഥലത്തെ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുന്ന കൽപ്പന വരും. അങ്ങനെ ഇവർ ദുഷ്ടജനത്താൽ ഇങ്ങനെ വളയപ്പെടുന്ന സമയത്ത്, അർദ്ധരാത്രി സമയത്ത് പെട്ടെന്ന് ഒരു മഴവില്ല് അവരുടെ ചുറ്റും ആകാശത്ത് കാണും. ആ സമയത്ത് ആകാശത്തിന് ചുരുളെല്ലാം മാറിപ്പോവും. ആകാശം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുലുങ്ങും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ഇരുട്ട് കൊണ്ട് മൂടും. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും പ്രകാശം കൊടുക്കാതിരിക്കും. ഒരു നക്ഷത്രത്തിൽ യഹോവയുടെ വചനം വോയിസ് കേൾക്കും. ഇതെല്ലാം പൂർത്തിയായി എന്ന് കേൾക്കും. ദൈവത്തിൻ്റെ ജനവുമായിട്ട് പ്രത്യേക ഉടമ്പടി ചെയ്യും. 1844 മുതൽ 30 ദൂത് വിശ്വസിച്ച് മരിച്ച ജനവുമായിട്ട് ജീവിച്ചിരിക്കുന്ന ജനമായിട്ട്, വിശ്വസിച്ച ആളുകളായിട്ട് ജീവിച്ചിരിക്കുന്നതിനോ മരിച്ച ജനം 1944 നമുക്കൊരു പ്രത്യേക ഉടമ്പടി ദൈവമുണ്ട്. ദൈവമായിട്ട്
നമ്മളും അവർക്കൊരു പ്രത്യേക ഒരു പുനരുദ്ധാനം ആ കാലഘട്ടത്തിൽ നടക്കും. എൻ്റെ ദൈവം അവിടെ വിളിച്ച് എൻ്റെ ദൈവങ്ങളെല്ലാം പൂർത്തി എൻ്റെ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ദിവസവും മണിക്കൂറും ഇതെല്ലാം ക്രിസ്തു അന്ന് പ്രഖ്യാപിക്കും. ഇങ്ങനെ ആകാശം അങ്ങോട്ടൊന്ന് മാറുന്ന സമയത്ത് ദൈവം കർത്താവ് യേശു ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്നത്, പിതാവ് ദൈവ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു തൊട്ടടുത്ത് നിൽക്കുന്നത് കാണും. സ്റ്റെഫനോസ് അന്ന് കണ്ടതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ കൃപയുടെ കാലം സമാപിച്ച സമയത്ത് കണ്ടതുപോലെ അവരും കാണും. 10 കാലത്തിൽ നിൽക്കുന്നത് കാണും. ആകാശം ഇങ്ങനെ കൊടിമുഴുക്കത്തോടെ ഇങ്ങനെ മാറിപ്പോകും, മേഘം തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യും, തെളിഞ്ഞ മാന അവിടെ നിന്ന് കാണും. ആ സമയത്ത് സൂര്യൻ ചെറുതായിട്ട് പ്രകാശം വീണ്ടും പറയും, ഇടയ്ക്ക് ചില സമയത്ത് നക്ഷത്രങ്ങൾ അവർ കാണും, വീണ്ടും മൃഗം പറയും. പക്ഷെ അന്ന് ഇതൊന്നും പ്രകാശം കൊടുക്കാതെ ഇരിക്കും. ഇതാണ് അന്ന് സംഭവിക്കാൻ പോകുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 10 മുതൽ 13 വാക്യത്തിൽ പ്രകാരം ആകാശത്തിൽ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം നൽകുന്നില്ല. 1933 ചന്ദ്രൻ പ്രകാശം കൊടുത്തു, 1980 രക്തം തുല്യമായി. നക്ഷത്രങ്ങൾ പ്രകാശം കൊടുത്തു. ഇത് ആ സംഭവത്തെക്കുറിച്ച് എല്ലാം പറയാം. 11 ഞാൻ ഭൂതലത്തിലെ ദോഷനിമിത്തം ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കും, അഹങ്കാരികളുടെ ഗർഭത്തെ ഞാൻ ഇല്ലാതെയാക്കും, ഉഗ്രന്മാരുടെ നികളത്തെ താഴ്ത്തും. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർബലമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടന്നുമാറാക്കും. ഇത് ചെയ്യുന്നു ഭൂമി. എബ്രായ 12 ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ കൊടുക്കും. അതല്ല ഇവിടെ നമ്മൾ കാണുന്നത്. നടന്നുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകും. ആകാശത്തെ കൊടുക്കും, ദൈവം എത്തി ഭൂമിയെ കുലുക്കും, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കുലുക്കുന്നത്. ഇടയ്ക്ക് സൂര്യനെ കാണും, ഇടയ്ക്ക് കാണത്തില്ല. ഇടയ്ക്ക് ചില തെളിഞ്ഞ ഒരു ഗ്യാപ്പിൽ കൂടെ നക്ഷത്രങ്ങളെ കാണും, അത് കാണത്തില്ല. ഭൂമി അതിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് 1000 വർഷക്കാലം ഈ ഭൂമി പാഴാൻ ചൂടാനായിട്ടും ഇരുളുമായിട്ടിരിക്കാവുള്ളൂ. കാരണം ദൈവം എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളക്കി. വലിയൊരു ഭൂമി ഉൾക്കൊണ്ട ദൈവത്തിൻ്റെ സ്വരം ഭൂമിയെ മാത്രമല്ല അത് കുലുക്കുന്നത്, സ്വർഗത്തെയും കുലുക്കും. പക്ഷേ നേരത്തെ നടന്ന പോലെ സൂര്യൻ കുറച്ച് കാലത്ത് ഇരുണ്ടും ചന്ദ്രൻ തുല്യമാകുകയല്ല. സൂര്യൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നു, ഇടയ്ക്ക് മാത്രം ചെറിയൊരു തെളിഞ്ഞ മാറുന്നൊരു സ്ഥാനം കാണും. കാരണം ആകാശം അങ്ങോട്ടും ഇങ്ങോട്ട് മാറും, പുസ്തകച്ചുരുൾ പോലെ ഇങ്ങനെ നീങ്ങുന്ന പോലെ കാണും. ഇതെല്ലാം വന്ന് സംഭവിക്കും. അപ്പോൾ യെശയ്യാ 13-ന്റെ 10 മുതൽ 13 കാണുന്നത് വെളിപ്പാട് പ്രവചനം 6-ന്റെ 12, 13 പറയുന്ന സംഭവം സെയിം അല്ല. കാരണം ഈ 1755, 1880, 1933 ആ കാലഘട്ടത്തിൽ സ്വർഗവും ഭൂമി അത് സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയിട്ടില്ല. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം അതിൻ്റെ കൃത്യം ക്രമത്തിൽ നടന്നു. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് മത്തായി 24-30 നമുക്ക് കാണാൻ സാധിക്കുന്ന, യോവേൽ 2-31 കാണാൻ സാധിക്കുന്ന, വെളിപ്പാട് പ്രവചനം ഞാൻ തിരിക്കുന്നു ഇപ്പോൾ പറഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞ പോയിന്റ്. യോവേൽ 2:3-31, അപ്പോസ്തലപ്രവൃത്തികൾ 2:20, 6 വെളിപ്പാട് പ്രവചനം 6-ന്റെ 12, 13 ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തിരുവചനങ്ങളും ഒരിക്കൽ നടന്നതാണ്. പക്ഷെ മത്തായി 24:30, യോവേൽ 2:10, യോവേൽ 3:15, 16, യെശയ്യാ പ്രവചനം 13-1 മുതലുള്ള വാക്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇനി നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാന്ത്യവും അന്ത്യകാലവും തമ്മിലുള്ള വ്യത്യാസം. അന്ത്യകാലം, ദി ടൈം ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ്, അല്ലെങ്കിൽ കാലാന്ത്യം, അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. 1798 അന്ത്യകാലം തുടങ്ങിയത്. ആ കാലഘട്ടം മുതൽ ക്രിസ്തു എപ്പോൾ വേണമെങ്കിലും വരും. ആദ്യം വെളിപ്പാട് പ്രവചനം 6-ന്റെ 12, 13 ആ കാലഘട്ടത്തിൻ്റെ വരവിനെ പ്രഖ്യാപിക്കുന്നു. കാലാന്ത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി, സ്വർഗത്തിൽ വിട്ട് ഭൂമി വരാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണ്. അതാണ് കാലാന്ത്യം, ദി എൻഡ് ഓഫ് ദി ടൈം. കാരണം നമുക്ക് മത്തായി 24-23 ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാറില്ല. ഒരർത്ഥത്തിൽ അത് നടന്നു കഴിഞ്ഞു. ചന്ദ്രൻ പ്രകാശം കൊടുക്കാൻ ഇരുന്നിട്ടില്ല, രക്തതുല്യമായി. അത് യഥാർത്ഥത്തിൽ നടക്കുമെന്ന് വരാൻ പോകുന്ന കാലഘട്ടത്തിലാണ് നക്ഷത്ര ആകാശത്തിന് വിടാതെ സംഭവിച്ചു. പക്ഷേ ആകാശത്തിലെ ശക്തികൾ ഇളകി പോകുന്നു. മത്തായി 24-20 അത് നടന്നിട്ടില്ല. ആകാശ ശക്തികൾ ഇളകി പോകുന്നത് എങ്ങനെയാണ്? ആകാശത്തിലെ സൂര്യൻ ഇരുണ്ടു പോകുന്നത്, ചന്ദ്രൻ ഇരുണ്ടു പോകും. യെശയ്യാ പ്രവചനം അനുസരിച്ച്, യോവേൽ പ്രവചനം അനുസരിച്ച് നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കാതിരിക്കും, ഭൂമി അതിൻ്റെ സ്വസ്ഥാനത്ത് നിന്ന് ഇളകി പോകും.
അപ്പോൾ എല്ലാം ഓർബിറ്റ് തെറ്റി കിടക്കുകയാണ്. അപ്പോൾ പ്രകാശം നടക്കത്തില്ല. 30 അപ്പോൾ മനുഷ്യപുത്രനാണ്. അപ്പോഴാണ് ആകാശശക്തി ഇളകിപ്പോയ ശേഷമാണ് മനുഷ്യപുത്രൻ്റെ വരവ് ആകാശം നൽകുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ദുഷ്ടന്മാരായി വളയപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം അവർ പിടിക്കുന്നത്. ഒരു മഴവിൽ അവരുടെ ചുറ്റും വരും, ആകാശത്ത് വരും, അവർ പല ദർശനങ്ങൾ കാണും. സൂര്യൻ പെട്ടെന്ന് ഈ അർദ്ധരാത്രി പ്രകാശിക്കും. അതാണ് സംഭവിക്കും. സൂര്യൻ എന്ത് ചെയ്യുന്നു? അർദ്ധരാത്രി പ്രകാശിക്കും. ആകാശം മൂടും. ഇത് ദേഷ്യമുള്ള മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടും. അത് പരസ്പരം കൂട്ടിമുട്ടും. പ്രകൃതിക്ക് സാധാരണ സംഭവിക്കാത്ത പല കാര്യങ്ങളും അന്ന് എല്ലാം കാണും. ഇത് ജനങ്ങളെല്ലാം കണ്ടിട്ട് പേടിച്ചു പോകും. നമുക്കിത് ഏർലി റൈറ്റേഴ്സ് എന്ന പുസ്തകത്തിൽ 41 പുറത്ത് എലഞ്ചി പറ്റിയത് വ്യക്തമാക്കുന്നു. ദി പവേഴ്സ് ഓഫ് ഹെവൻ. മറ്റൊരു 24:30 എന്താ പറയുന്നത്? ആകാശത്തെ ശക്തികൾ വരുമ്പോൾ അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ഹെവൻ വിൽ ബി ഷേക്കൻ. ഏർലി റൈറ്റേഴ്സിൻ്റെ പുസ്തകത്തിൽ 41 പുറത്ത് പറയുന്നു, ഈ പവേഴ്സ് ഓഫ് ഹെവൻ, ആകാശത്തെ ശക്തികൾ എന്ന് പറയുന്നത് അത് സൺ, മൂൺ ആൻഡ് സ്റ്റേഴ്സ്. അത് സൂര്യനും ചന്ദ്രനും നക്ഷത്രം റൂൾ ഹെവൻ. അത് ആകാശത്തിൽ വരിക്കുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം അനുസരിച്ച് പകൽ വാഴാൻ സൂര്യനെയും രാത്രി വാഴാൻ ചന്ദ്രനെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ദിസ് പവേഴ്സ് വിൽ ബി ഷേക്കൻ അറ്റ് ദി വോയിസ് ഓഫ് ഗോഡ്. എന്താണ് ഈ ഇതിനെല്ലാം കുലുക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ സ്വരം. എബ്രായ 12 ഇതെല്ലാം നമ്മൾ വായിച്ചത്. അതെ. Then the sun and moon and stars will be moved out of their places. ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറുക മാത്രമല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതിൻ്റെ സ്വസ്ഥാനത്ത് നിന്ന് മാറി. ഭൂമി വലിയൊരു കുലുക്കമുണ്ടായി, ആകാശത്ത് മലകൾ മാറിപ്പോൾ, മനുഷ്യവാസമുള്ള ദ്വീപുകൾ മുങ്ങിപ്പോകും. ഇതെല്ലാം വന്ന് നടക്കും. They will not pass away but be shaken. അത് നശിപ്പിക്കപ്പെടുന്നില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രം എന്ത് ചെയ്യത്തില്ല? നശിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ അത് കുലുങ്ങി. അതാണ് ഞാൻ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും, ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതെല്ലാം വ്യക്തമാകുന്നുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:25-26. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെ ഓളത്തിൻ്റെ മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും. ഇതെല്ലാവരും ഇപ്പോൾ നടക്കുന്ന സംഭവമായിട്ട് ഇല്ല. എപ്പോഴാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും അടയാളം ഉണ്ടാകുന്നത്? വെളിയിലായിട്ട് നമ്മൾ എപ്പോൾ കണ്ടു? ദൈവത്തിൻ്റെ സ്വരം അതിനെ ഇളക്കും. അപ്പോൾ നടക്കും. സൗദി അറേബ്യൻ്റെ ഗൈഡ് കൊണ്ടുള്ള വായിച്ച കടലിലെല്ലാം ഇങ്ങനെ ദേശത്താൽ ഇങ്ങനെ ഇറങ്ങുന്നത് അന്ന് കാണുമെന്ന് പറയും. അതിലിവിടെ അകത്തൊരു മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടി ഒരു പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നത്. എപ്പോഴാണ് ആകാശശക്തി ഇളകിപ്പോകുന്നത്? എപ്പോഴും പറഞ്ഞു, ഇനി ഒരിക്കൽ ഞാൻ ഇളക്കും. എങ്ങനെ? ദൈവത്തിൻ്റെ സ്വരത്താൽ. ഭൂമിയിൽ എന്തു വായിപ്പാൻ പോകുന്നത് പേടിച്ച് നോക്കി പറത്തുകൊണ്ട് മനുഷ്യ നിർജീവന്മാരാണ്. അപ്പോൾ ഇത് നടന്ന സംഭവത്തെക്കുറിച്ചല്ല പ്രതിപാദിക്കുന്നത്, നേരെ മറിച്ച് ഇനി നടക്കാനുള്ള സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ ഇതിനെ അവിടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞുണ്ട്. ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കുന്നില്ല, സമയത്ത് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ ഞാൻ മലയാളത്തിൽ തർജ്ജിമയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. അർദ്ധരാത്രി സമയത്താണ് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. പെട്ടെന്ന് സൂര്യൻ കാണാനാണ്. അത് വളരെ പ്രകാശത്തോടെ അത് പ്രകാശിക്കും. സയൻസ് ആൻഡ് വണ്ടേഴ്സ് പോയിന്റ് വളരെ അതിശയങ്ങളും വലിയ അതിശയങ്ങളും സ്വർഗത്തിൽ കാണും. ദുഷ്ടന്മാർ ഇത് ഭീതിയോടെയും അതിശയത്തോടെയും നോക്കും. പക്ഷെ വിശുദ്ധന്മാർക്ക് ഒരു വലിയൊരു സന്തോഷം, സമാധാനം ഉണ്ടാകും. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സാധാരണ ഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നും. അതേപോലെ ഒഴുക്കുകൾ, നദികൾ ഒഴുകുന്നത് നിൽക്കും. അതേപോലെ വലിയ വലിയ മേഘങ്ങൾ പരസ്പരം കൂട്ടിമുട്ടും. സ്വർഗത്തിൻ്റെ ഒരു വശത്തു നിന്നും ഒരു തെളിഞ്ഞ സ്ഥലത്ത് നിന്നും ദൈവത്തിൻ്റെ സ്വരം അവർ കേൾക്കും. എന്താണ്? എല്ലാം ഇത് പൂർത്തിയായി, ഇറ്റ് ഈസ് ഡൺ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം അന്ന് സ്വർഗത്തെയും ഭൂമിയും കുലുക്കും. അപ്പോൾ ഒരു വലിയൊരു ഭൂമി കുലുക്കം ഉണ്ടാകും. അതുവരെ സംഭവിച്ചത് അത് വലിയ ഭൂമി കുലുക്കമായിരിക്കും. അത് ആകാശം എന്നാണ് ചുരുളുപോലെ മാറിപ്പോകുന്നത് കാണും. ദൈവത്തിൻ്റെ സിംഹാസനത്തിനുള്ള പ്രഭ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നി വരും. ഈ മലകളാണെങ്കിൽ കിടന്ന് കുലുങ്ങും. പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോകും. വലിയ വലിയ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേൾക്കും. കടലാണെങ്കിൽ വലിയ ക്രോധത്തോടെ അത് തിരമാലകൾ വരുന്ന നമ്മൾ കാണും. അതേപോലെ ചുഴലിക്കാറ്റിൻ്റെയും അത് ഭൂതങ്ങളുടെ ശബ്ദം പോലെ ചുഴലിക്കാറ്റിൻ്റെ ശബ്ദം വന്ന് കേൾക്കും.
മുഴുവൻ ഭൂമിയും ഇങ്ങനെ പിളർന്നു പോകുന്ന പോലെ, അത് പൊട്ടിപ്പോകുന്ന പോലെ ഭൂമി അന്ന് പെരുമാറും. അതിൻ്റെ ഉപരിതലങ്ങളെല്ലാം വീണ്ടു കയറും, അതിൻ്റെ അടിസ്ഥാനങ്ങൾ മാറിപ്പോകും. സോദോം പോലെ ദുഷ്ടമേറിയ അതിൻ്റെ തീരപ്രദേശങ്ങളെല്ലാം നശിക്കും. അതിലെ ഏറ്റവും വലിയ പ്രൗഢികൾ, ഏറ്റവും വലിയ നഗരങ്ങൾ ഏറ്റവും ഇല്ലാതെയാകും. ഇതൊക്കെയാണ് അന്ന് നടക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ ഭാഗം എനിക്ക് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിഫോർ ദി പ്രസൻസ് ഓൾ ദി ഫേസ് ആർ ടേൺഡ് ടു വെയിലേഴ്സ്. വിശുദ്ധന്മാരുടെ അടുക്കം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും മുഖം വെളും. Upon the rejectors of the God's mercy falls the terror of the eternal despair. ദൈവത്തിൻ്റെ കൃപയെ തിരസ്കരിച്ചവർക്ക് നിത്യനാശത്തിൻ്റെ നഷ്ടത്തിൻ്റെ ഭീതി വരും. ഹാർട്ട് മെൽറ്റഡ് ആൻഡ് നീസ് സ്മൈറ്റഡ് ടുഗദർ ആൻഡ് ദ ഫേസ് ഓഫ് ദം ഓൾ ഗാദർ ബ്ലാക്ക്നെസ്. എന്ത് ചെയ്യും? അവരുടെ ഹൃദയം ഉരുകിപ്പോകും, അവരുടെ മുട്ടുകളിടിക്കും. എരമ്യാ 36, നഹൂം 2:10 പറയുന്നത്. വിശുദ്ധന്മാർ നിലവിളിക്കും, കരഞ്ഞുകൊണ്ട് നിലവിളിക്കും. ആർക്ക് നിൽക്കുവാൻ സാധിക്കും? ആറാമത്തെ മുദ്രയുടെ ഏറ്റവും അവസാന ചോദ്യം, ഹൂ ഷാൽ ബി ഏബിൾ ടു സ്റ്റാൻഡ്? അത് ദുഷ്ടന്മാർ മാത്രമല്ല ചോദിക്കുന്നത്, വിശുദ്ധന്മാരും ചോദിക്കും, ആർക്ക് നിൽക്കാൻ സാധിക്കും? അപ്പോൾ പെട്ടെന്ന് ഒരു നിശബ്ദം ഉണ്ടാവും. ഏഞ്ചൽ സോങ് ഇസ് സൈലൻസ്. ദൂതന്മാരുടെ പാട്ട് നിൽക്കും. അല്ലാതെ പീരീഡ് ഓഫ് ഓഫർ സൈലൻസ്. കുറച്ചു നേരം നിശബ്ദം ഉണ്ടാവും. Then the voice of Jesus is heard saying, അനുശേഷം ക്രിസ്തുവിന്റെ സ്വരം കേൾക്കും, എൻ്റെ കൃപ നിങ്ങൾക്ക് മതി. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ നീതിപ്രവൃത്തികളല്ല. ആ 1,44,000 ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പാപമില്ലാത്ത അവസ്ഥയിലെത്തും, ക്രിസ്തുവിന്റെ പരിപൂർണ്ണ സ്വഭാവം പ്രതിഫലിക്കും. എന്നിട്ട് പോലും അവർക്ക് ദൈവത്തിന് നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പക്ഷെ ദൈവം പോലെ എൻ്റെ കൃപ മതി. നമ്മൾ ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ നീതിയല്ല, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ആരും നഷ്ടപ്പെടാൻ പോകുന്നത്, നമ്മൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് മൂലം മാത്രമാണ്. നമ്മുടെ പ്രവൃത്തി ദോഷങ്ങൾ, കാരണം നമ്മൾ എല്ലാവർക്കും പ്രവൃത്തി ദോഷമുണ്ട്. എല്ലാവരും നശിക്കേണ്ടതാണ്, എല്ലാവർക്കും നിത്യശിക്ഷ കിട്ടേണ്ടതാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർ ക്രിസ്തുവിൻ്റെ കൃപ സ്വീകരിച്ചു, രക്ഷിക്കപ്പെടാത്തവർ ക്രിസ്തുവിൻ്റെ കൃപയെ തിരസ്കരിച്ചു. ഇന്ന് ഏത് കൂട്ടത്തിലാണ് നാം? ക്രിസ്തുവിൻ്റെ കൃപയെ സ്വീകരിച്ചവരോ ക്രിസ്തുവിൻ്റെ കൃപയെ തിരസ്കരിച്ചവരോ? The King of Kings descended upon the cloud. രാജാവ് മരങ്ങളിൽ എഴുന്നേറ്റ്, wrapped in fire. അത് ഇത് ഞാൻ നേരത്തെ വായിച്ച കോട്ടാണ്. അതിലേക്കാണ് വീണ്ടും അത് കടക്കുന്നത്. അതിനുശേഷം ദുഷ്ടന്മാർ നിലവിളിക്കും. ഗ്രേറ്റ് കോൺട്രവേഴ്സി 646-42. The derisive just have ceased. Lying lips are hushed into silence. ഇതുവരെ വമ്പ് സംസാരിച്ചിരുന്നത് എല്ലാവരും നിർത്തും. അവരുടെ നുണ പറയുന്ന ചുണ്ടും നാവും ഇതെല്ലാം മുട്ടിപ്പോകും. The clash of arms in the town of battle and with confused noise and garments swollen in blood is stilled. ഇതുവരെ അവരെ നശിപ്പിക്കാൻ കൊണ്ടുവന്ന ആയുധങ്ങളും ഇതെല്ലാം അവരുടെ ശരീരത്തിലാണെങ്കിൽ, അവരുടെ തുണിയിലാണെങ്കിൽ രക്തക്കറകളാണ്. ഇതെല്ലാം നിശബ്ദമായി മാറും. Not now is heard but the voice of prayer and sound of beeping alarm. ഇപ്പോൾ അവരുടെ ദേശത്തിന്റെ സ്വരമല്ല, അവരുടെ ആയുധങ്ങളുടെ സ്വരമല്ല, അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്വരങ്ങളൊന്നുമല്ല അത് കേൾക്കുന്നത്. അവരുടെ കരച്ചിലിൻ്റെയും പല്ലുകടിയുടെയും ഏറ്റവും അവസാനമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അവസാനമായി the cry burst forth from the lips. വളരെ വൈകി ഒരു നിലവിളി ഉണ്ടാകും. The great day of his wrath is come and who shall be able to stand? ഇത് 6-ാം മുദ്രയിൽ പറഞ്ഞതാണ്. ദൈവത്തിന്റെ മഹാപ്രഭ ദിവസം വന്നു, ആർക്ക് നിൽക്കാൻ സാധിക്കും? അതിനുള്ള ഉത്തരമാണ് വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം. ആർക്കാണ് നിൽക്കാൻ സാധിക്കുന്നത്? കുഞ്ഞാടിന്റെ മുഖം കാണാതെ വണ്ണം ഞങ്ങളുടെ മുഖത്തെ മറയ്ക്കാൻ പറയുന്നു. കുഞ്ഞാടിനെ പേടിച്ച് ഓടുന്ന ജനം, ഒന്ന് ചിന്തിക്കാമോ? പക്ഷെ ക്രിസ്തു ഒരു കുഞ്ഞാട് മാത്രമല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിൽ 4-5 വായിക്കുമ്പോൾ ക്രിസ്തുവിനെ അവിടെ കുഞ്ഞാടായിട്ട് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ട് പറയുന്നുണ്ട്. സൺസ് ആൻഡ് ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 358-ാമത്തെ പുറത്ത് ലയൺ ഓഫ് ജൂഡ സോ ടെറിബിൾ ടു ദി റിജക്ടേഴ്സ് ഓഫ് ഗ്രേസ്. യഹൂദ ഗോത്രത്തിലെ സിംഹം കൃപയെ തിരസ്കരിച്ചവർക്ക് ഭയങ്കരനാണ്. വിൽ ബി ദി ലാംബ് ഓഫ് ഗോഡ് ടു ദി ഒബീഡിയന്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. പക്ഷേ ദൈവത്തെ അനുസരിച്ച്
ജീവിക്കുന്നവർക്ക് അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. The pillar of the fire that speaks terror and wrath to the transgressors of the God's law is a token of light and mercy and deliverance to those who kept his commandment. ഇസ്രായേലിനെ വഴി നിർത്തിയ സമയത്ത് അഗ്നിത്തൂണ് അവർക്ക് നേരെ വന്ന ശത്രുക്കൾക്ക് ഭീതിയായിരുന്നെങ്കിലും അതേ അഗ്നിത്തൂണ് ഇസ്രായേൽ ജനത്തിന് സന്തോഷവും സമാധാനം നൽകി. അതേപോലെ ക്രിസ്തു നശിക്കപ്പെടുന്നവർക്ക് അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് കുഞ്ഞാടുമാണ്. അതാണ് കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം മറയ്ക്കാൻ വേണ്ടി മലകളോടും പാറകളോടും ഞങ്ങളുടെ പേര് വന്ന് വീഴാൻ പറഞ്ഞു. ആർക്ക് നിൽക്കാൻ സാധിക്കും? പക്ഷെ വിശുദ്ധന്മാരും പറഞ്ഞു. പക്ഷെ അവർ ക്രിസ്തുവിലേക്ക് അവരുടെ നീതി, ക്രിസ്തുവും അവരും ഒന്നായിരുന്നതുകൊണ്ട്, അവർ ക്രിസ്തുവിന്റെ നീതി ധരിച്ചത് കൊണ്ട് എൻ്റെ കൃപ നിനക്ക് മതി. പക്ഷേ ഈ വ്യക്തികൾ ചോദിക്കുന്നു ആർക്ക് നിൽക്കാൻ സാധിക്കും? അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. ഈ ജനത്തിനെ കുറിച്ചുള്ള വിവരണമാണ്, ഞാൻ ആദ്യം പറഞ്ഞ ആ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകും. അതാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന പഠനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. പഠനയോട് അവസാനിപ്പിക്കുകയാണ്. ഏത് കൂട്ടത്തിൽ നമുക്ക് പെടാനാണ് ഇന്ന് ആഗ്രഹം? മലകളിൽ പാറകൾ ഓടിപ്പോകുന്നവരാണോ? അതോ എൻ്റെ കൃപ നിങ്ങൾക്ക് മതി എന്ന് കേൾക്കുന്ന ആ ജനത്തോടാണ്? അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ കൃപയെ സ്വീകരിച്ചു, അവർ തിരസ്കരിച്ചു. നമ്മൾ സ്വർഗത്തിൽ പോകാത്തത്, നമ്മൾ സ്വർഗത്തിൽ പോകുന്നവരെക്കാളും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ നഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നേക്കാൾ കുറ്റകൃത്യം ചെയ്ത സ്വർഗത്തിലാണ്. പക്ഷെ അവർ ക്രിസ്തുവിന്റെ കൃപയെ സ്വീകരിച്ചു. എന്ന് സ്വീകരിക്കണം ഇന്ന്. നാളത്തേക്കാണ് ദിവസമല്ല, ഇന്ന് വിശുദ്ധ ശബത്താകുന്നു. ദൈവം ഈ ദിവസം നിങ്ങൾക്ക് തന്നത് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലായി തീരാൻ വേണ്ടിയാണ്. ഈ ശബത്ത് നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും, ഞാൻ എൻ്റെ ജീവിതം ദൈവസ്ഥാനത്തിൽ ഞാൻ സമർപ്പിക്കും എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. ഞാൻ ദൈവത്തിന്റെ കൃപയെ തിരസ്കരിക്കും, എൻ്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കും, ക്രിസ്തുവിന്റെ നീതിയെ ഞാൻ അണിയും. കാരണം വിശുദ്ധന്മാർ 1,44,000 പേർ മഹാപുരോഹിതരില്ലാതെ ജീവിച്ചവർ, അവർക്കും ധൈര്യമില്ലായിരുന്നു. പക്ഷേ ദൈവം എൻ്റെ കൃപ മതി. ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. അവർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ആണ്. അവിടെ പ്രവൃത്തി കൊണ്ടല്ല അവർ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ആ പ്രവൃത്തി ചില വിശ്വാസം കൊണ്ടുവരും. ആ വിശ്വാസം ഒരു പ്രവൃത്തി നമ്മൾ കൊണ്ടുവരും. അതാണ് കൽപ്പന അനുസരണം. നമ്മുടെ ജീവിതത്തിൽ കൽപ്പന അനുസരണം ഉണ്ടാകണം. ആ കൽപ്പന അനുസരിക്കുന്നതിൽ കൂടി ഞാൻ രക്ഷ നേടുകയല്ല, ഞാൻ രക്ഷ നേടിയത് കൊണ്ട് ഞാൻ എൻ്റെ കൽപ്പന അനുസരിക്കുകയാണ്. ഇത് നമ്മുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മ നിങ്ങൾ കൂടെ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗവാസിക്കുന്ന അടിയിലെ വാർത്തയുടെ പിതാവേ, ഈ തന്നിരിക്കുന്ന അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പഠനത്തിൽ ദൈവം കൂടെ നിൽക്കുക ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവേ, ഏതെങ്കിലും വ്യക്തികൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെ ആ പ്രശ്നം അറിയിക്കാനും ഈ ക്ലാസ് കുറച്ചുകൂടി ലളിതമാക്കി എടുക്കാനും അടയങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവസരങ്ങളെ നീ ഒരുക്കം പ്രവേശനം പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമെന്നും നീ അവരെ ശക്തീകരിക്കണമെന്നും ഞാൻ ചില കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.